ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ വലിയ മടിയാണ്. എഴുന്നേൽക്കാനല്ല കേട്ടോ, എണീറ്റ് അടുക്കളയിലോട്ട് വരാൻ വലിയ മടിയാണ്. സുബഹിക്ക് ഉണർന്ന് കിടന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയി അങ്ങ് ചുരുണ്ടുകൂടി കിടക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ കുറേ ടൈം കഴിഞ്ഞ് ഇപ്പോൾ എന്തായാലും ഇന്ന് മദ്രസയുണ്ട്, അവിടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. ഈ അടുത്ത് മഴയൊക്കെ ആയിട്ട് കുറേ ദിവസം പോവാതിരുന്ന് പിന്നെ പനിയൊക്കെ ആയിട്ട് അങ്ങനെ മുടങ്ങി. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് പിന്നെ മദ്രസയിൽ വീണ്ടും പോയി തുടങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല മഴയുണ്ട്. മഴയെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ചാറ്റിൽ നല്ലതുപോലെ ചാറി നിൽക്കുന്ന മഴ, ഇങ്ങനെ തോരാതെ നിൽക്കത്തില്ലേ, അങ്ങനെയാണ്. ഇടയ്ക്ക് ഇച്ചിരി വെട്ടം വരും, നമുക്ക് പ്രതീക്ഷ വരും, വെട്ടം വന്നല്ലോ അപ്പോൾ ഇനി അങ്ങോട്ട് വെയിലായിരിക്കുമെന്ന്. പക്ഷേ അല്ല, ഒരു 5 മിനിറ്റ് പോലും ആ ഒരു വെട്ടം കാണത്തില്ല. പെട്ടെന്ന് വീണ്ടും ഇരുട്ട് മൂടി കയറി മഴ അങ്ങോട്ട് തുടങ്ങും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാലാവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ചെയ്യാം. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ താങ്ങിയും തൂങ്ങിയൊക്കെ വന്ന് 2 മുട്ടയൊക്കെ എടുത്ത് അതേ കുക്കറിലോട്ട് വെച്ച് രാവിലെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കി അങ്ങ് മാറ്റി കേട്ടോ. ആദ്യം ഞാൻ ഉള്ളിക്കറിയാണ് ഉണ്ടാക്കിയത്. മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉള്ളിയൊക്കെ റോസ്റ്റ് ചെയ്ത് വഴറ്റി അങ്ങ് മാറ്റിയതിന് ശേഷം പിന്നെ വെള്ളം അതേ കുക്കറിൽ വെച്ച് 4 മുട്ടയും എടുത്തിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട്, അപ്പോൾ നമുക്ക് പുട്ടും പുഴുങ്ങി കിട്ടും, മുട്ടയും പുഴുങ്ങി കിട്ടും. മുട്ട ഈ കുക്കറിൽ വെക്കുന്നതിലൊരു ഗുണമെന്ന് പറയുന്നത് പൊട്ടിപ്പോകത്തില്ല. സാധാരണ അല്ലാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെച്ചാലും പൊട്ടിപ്പോകും. പക്ഷേ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ മുട്ട പൊട്ടത്തില്ല കേട്ടോ. അപ്പം ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതിയെന്ന്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. വെറുതെ വെള്ളത്തിലിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കും, പക്ഷേ പൊട്ടിപ്പോവാറില്ല. അങ്ങനെ എന്തായാലും പുട്ടൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പുട്ടിൻ്റെ കൂട്ടത്തിൽ ഞാൻ അരിമാവും ഗോതമ്പ് പൊടിയും ഒരുമിച്ചിട്ടിട്ട് മിക്സാക്കി. കാരണം രണ്ടും ഇച്ചിരിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടി മിക്സാക്കിയിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കി വെച്ചത്. പാത്തുക്കുട്ടി എണീറ്റ് വന്നു. ഞാൻ വലിച്ചെടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. എണീക്കാനൊക്കെ വലിയ മടിയായിരുന്നു. തണുപ്പല്ലേ, നമുക്കും എണീക്കാനായിട്ട് മടി. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ എണീറ്റ് വന്ന് കൊണ്ടുവന്ന് പല്ലൊക്കെ തേച്ച് വന്ന് അവൾക്ക് കാപ്പിയൊക്കെ കൊടുത്തു. വാപ്പായും വന്നിട്ടുണ്ടായിരുന്നു. വാപ്പ ഇൻസുലിനൊക്കെ എടുത്തിട്ട് വാപ്പായും കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിച്ചു, വാപ്പുമ്മയൊക്കെ കഴിച്ചു. ഞാൻ ദേ കൊച്ചിനെ കൊണ്ടുവന്ന് പള്ളിയിലോട്ടാക്കിയിട്ടുണ്ട്. ആ ടൈം കുറച്ച് മഴയൊന്ന് തോർന്ന് നിൽക്കുവാണ് കേട്ടോ. വന്നിട്ട് ദേ നമ്മുടെ ഈ മൾബറി ഉണ്ടല്ലോ, മൾബറി ഞാൻ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തേ ഒന്ന് തളർത്ത് വരുന്ന കണ്ടില്ലേ. ഇനി ഇതൊന്ന് വെട്ടി മാറ്റിയൊക്കെ നടണം. അങ്ങനെ കുറച്ച് കമ്പൊക്കെ വെട്ടിയെടുത്തിട്ട് അവിടെ ഞാൻ കൊണ്ടുപോയി കുഴി കുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെട്ടാൻ കാരണം മറ്റൊന്നുമല്ല കേട്ടോ, ഒന്നിങ്ങനെ നീളത്തിന് കോല് പോലെ പോവുക എന്നെപ്പോലെ. അപ്പോൾ ഒന്ന് മണ്ട വെട്ടി കൊടുത്തിട്ടുണ്ട്. അവിടെ പേര നിൽക്കുന്നത് കൊണ്ട് തന്നെ അധികം ഭയങ്കര ചോലയാട്ടോ, അതായത് വെയിലടിക്കത്തില്ല. അവിടെ ഞാൻ കുറച്ച് പേരയുടെ ചില്ലകളും കൂടെയൊക്കെ ഒന്ന് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ അല്ലേ. പണ്ട് ഇവിടെ മൾബറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്ക് വാപ്പ കൊണ്ടുവന്നത് എവിടെന്നോ ഒരു കമ്പ് കിട്ടി കൊണ്ടുവച്ചതാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ കുറച്ച് കമ്പൊക്കെ വെട്ടി അടുക്കള വശത്തും അവിടെ എവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെയൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ടേ. അത് കഴിഞ്ഞ് പുട്ട് കഴിക്കാനൊക്കെ ആയിട്ട് വന്നു. വാപ്പുമ്മതി അവിടെ നിൽക്കുന്നുണ്ടല്ലേ. തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വാപ്പുമ്മയെ കൂടുതൽ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അതായത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നത് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, വാപ്പുമ്മയെ കൊണ്ടൊന്നും ചെയ്യിക്കല്ലേ എന്നിട്ട്. വാപ്പുമ്മയെ കൊണ്ട് ഞങ്ങളൊന്നും ചെയ്യിക്കാറൊന്നുമില്ല. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ അമ്മയെ പിടിച്ചിരുത്തുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അസുഖമൊക്കെ മാറിയോ, പനിയൊക്കെ അല്ലായിരുന്നോ, മാറി വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അതേ മീനൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ അവിടെ തട്ടിയിട്ടുന്നുണ്ട്. ഇന്ന് ഞാൻ ഉച്ചയൂണ് എന്ന് പറയുമ്പം കാണിക്കാൻ പ്രത്യേകിച്ച് എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ അങ്ങ് വീഡിയോ ആക്കി എടുത്തെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം മഴയും കൂടെയൊക്കെ ആകുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള ജോലികളും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. ഒരു ലോഡ് തുണി ഞാൻ ഇങ്ങനെ അടുക്കിപ്പറക്കി ബക്കറ്റ് വെച്ചേക്കും കേട്ടോ. ഉണങ്ങിയതുണ്ട്, ഒരുവിധം ഉണങ്ങാനുള്ളതുണ്ട്. കഴുകാൻ വേണ്ടി അടുത്തത് പൊടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കിടക്കുവാണ്. ഒരു വെയിലങ്ങോട്ട് വന്നിരുന്നുവെങ്കിൽ ഒരു സഹായമായേനെ. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അതേ ഞാൻ 2 കപ്പയ്ക്ക് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നേ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ നോക്കിയപ്പോൾ അതേ വിളഞ്ഞ് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിങ്ങനെ പുളിഞ്ഞാൽ ഇരിക്കുന്ന ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കട്ട് ചെയ്തെടുക്കാൻ പാകത്തിനുള്ളതാണ്. കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. നല്ല അങ്ങ് പഴുത്ത് തൊടുമ്പോൾ തന്നെ അങ്ങ് ചമ്മി അളിഞ്ഞ് അങ്ങനെ പോകുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാനതങ്ങ് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ.
ഈ ടൈം ഞാൻ പാത്തുവിനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മദ്രസ 11 മണി വരെ അല്ലേ. അപ്പോൾ 11 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച് അവൾ വന്നതിന് ശേഷം കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടേ. ആദ്യം ഇത് കട്ട് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കും മൊബൈൽ അങ്ങ് ഓഫായിപ്പോയി. പിന്നെ മൊബൈൽ കൊണ്ടുപോയി ചാർജിന് വെച്ചു. ഇവിടെ ഇപ്പോൾ കറണ്ടൊക്കെ അറിയാമല്ലോ, മഴയൊക്കെ ആയി കഴിഞ്ഞാൽ കറണ്ടാണ് ആദ്യം ഇറങ്ങി പോകുന്നത്. അങ്ങനെ വന്നിട്ടാണ് പിന്നെ ഞാൻ മൊബൈലൊക്കെ ചാർജിന് വെച്ചു. പിന്നെ ദേ കപ്പയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കപ്പയ്ക്ക കട്ട് ചെയ്യാൻ എടുത്തപ്പോൾ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ തോരന് വേണ്ടി സവോള കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു കത്തി എടുത്തിട്ടാണ് ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്, ചെത്തിയെടുക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയൊരു സ്മെല്ല്, അതായത് ഈ സവോളയുടെ ആ ഒരു സ്മെല്ല് കേട്ടോ. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച്, ഞാൻ പിച്ചാത്തി അതായത് ഇരുമ്പ് കഴുകിയില്ല. ഇത് കഴിക്കുമ്പോൾ എല്ലാവരുടെയും വായിൽ ആദ്യം സവോള ഓടട്ടെ, ആ ഒരു ടേസ്റ്റ് ആദ്യം വരട്ടെ, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് അബദ്ധം പറ്റി. അങ്ങനെ എന്താ പറയേണ്ടത്, ഇടയ്ക്ക് അങ്ങനെ റീലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും കഴിക്കുന്നവർ അടുക്കളയിൽ പല അതായത് മീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളെ പറ്റിയാണ് ഓർക്കുന്നത്. അതിൻ്റെ ടേസ്റ്റൊക്കെ വരത്തില്ലേ, ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ. എന്തായാലും എനിക്കൊരു അബദ്ധം പറ്റി. അങ്ങനെ അധികം അങ്ങനെ കുരുക്കളില്ലായിരുന്നു കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല കളറുണ്ടായിരുന്നു കേട്ടോ, നല്ല ഓറഞ്ചിൻ്റെ തൊലിയുണ്ടല്ലോ, ആ ഓറഞ്ചിൻ്റെ തൊലിയുടെ കളറാണ്. പക്ഷേ നമ്മുടെ മൊബൈലിൽ ആ ഒരു കളറ് അറിയാൻ പറ്റുന്നില്ല. നല്ല മധുരമുള്ള കപ്പയ്ക്ക കേട്ടോ. ഇതിപ്പോൾ എന്താണെന്നറിയത്തില്ല, ചെറുതായി പിടിച്ചു. നല്ല വലിപ്പം വയ്ക്കുന്ന കപ്പയ്ക്കയായിരുന്നു, പക്ഷേ എന്താ ഇപ്രാവശ്യം ചെറുതായിപ്പോയി കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. തീരെ ചെറിയ കപ്പയ്ക്കയായിരുന്നേ. നമുക്കിത് ഉണ്ടായതിലും തീരെ ചെറിയ കപ്പയ്ക്കയായിരുന്നു. ഇതിൽ നിന്നും വലുത് നിൽപ്പുണ്ട്, പക്ഷെ അതൊന്നും വിളഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് പാകത്തിന് കിട്ടണമല്ലോ അളവ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നുറുക്കി എടുക്കുകയാണ് കേട്ടോ. പാത്തുവിന് വലിയ ഇഷ്ടമാണ് ഈ കപ്പയ്ക്ക എന്ന് പറയുന്നത്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എപ്പോൾ കിട്ടിയാലും ചിലപ്പോൾ കിളികൾ കൊത്തിയിട്ടതായിരിക്കും. ചിലത് നമ്മൾ കളർ ഇങ്ങനെ വരുന്ന ടൈം തന്നെ നമ്മൾ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അരിയിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ പൊതിഞ്ഞങ്ങ് വെച്ചാൽ മതി. 2 ദിവസത്തിനാകുമ്പോൾ അതങ്ങ് പഴുത്ത് കിട്ടും. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിന് തന്നെ കിട്ടിയത് ഭാഗ്യം. ഇന്നിപ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കിളികൾ കൊത്തിയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ പാത്തുക്കുട്ടിക്കും എടുത്തു കൊടുത്ത്, വാപ്പമാക്കും എടുത്തു, ബാക്കി വാപ്പാക്കും കൂടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ ആയിരുന്നു കൂട്ടുകാരെ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് പാചകങ്ങളും പരിപാടികളും ഒന്നുമില്ല. അപ്പോൾ കുറച്ച് വിറകുണ്ട്, വെട്ടം വരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് കൊത്തിക്കീറിയിടണം. ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്താണെന്നുള്ളത് പറയുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നാളെ കാണാം. അസ്സലാമു അലൈക്കും. ബൈ.